ഹാപ്പി ബർത്ത്ഡേ അനു. നിൽക്കാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വിചാരിച്ചു ചെമ്മീൻ ബിരിയാണി ആക്കാം. 3 തക്കാളി, 3 പച്ചമുളക്, 3 സവാള, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് മാത്രം ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലതാട്ടോ. പെട്ടെന്ന് ആയി കിട്ടും. ഒരു ഹാഫ് ആൻ അവറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കുക. പിന്നെ വേണ്ടത് പുതിന. എല്ലാം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പാൻ വെച്ചു. കോക്കനട്ട് ഓയിൽ ഏകദേശം 1 കപ്പോളം കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിലാണ് നമ്മൾ ഓണിയനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. 3 മീഡിയം സൈസ് സവാളയാണ് നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആവണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ എടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. സോൾട്ട് ഇടരുത് കേട്ടോ, ഇപ്പോൾ ഫ്രൈ ആയി കിട്ടില്ല. ഏകദേശം ഗോൾഡൻ കളറായി വരുന്നുണ്ട്. നമുക്ക് വാരിയെടുക്കാം. ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ റൈസും കുക്ക് ചെയ്യണത്. അപ്പോൾ കുറച്ച് ഓയിൽ, റൈസിന് വേണ്ടിയുള്ള ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇടുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചതച്ചെടുത്തിട്ടുണ്ട്. അതും ഓയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോവല്ലേ, അതിന് ശേഷം നമുക്ക് തക്കാളി 3 മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നല്ലോണം മിക്സ് ചെയ്യാം. കുറച്ചേരം അടച്ച് വയ്ക്കുക. പിന്നെ ഫ്രഷായി പൊടിച്ച കുരുമുളക്, അതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മുളക് പൊടി. നമ്മുടെ കാശ്മീരി ഉണ്ടെങ്കിൽ കളറ് കിട്ടും നല്ലതായിട്ട്. സാധാ മുളക് പൊടിയായാലും മതി. ഞാനിപ്പോൾ 2 ഓരോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, വളരെ കുറച്ച്. പട്ട, ഗ്രാമ്പു, ഏലക്ക മാത്രം പൊടിച്ചതാണ് കേട്ടോ അത്. ഗരം മസാല നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പൊടിച്ച് വെച്ച പെപ്പർ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തു അടച്ചു വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ഏകദേശം ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമ്മൾ സോൾട്ട് നോക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ്റെ ഒരു 3/4 ഇതിലിട്ട് കൊടുക്കുക. ഒരു 1/4 ഭാഗം നമുക്ക് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് കൊടുക്കാം. ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ മാറ്റി വെച്ച നമ്മുടെ ചെമ്മീനുണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും ചെമ്മീൻ മൊത്തം ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റ്സൊക്കെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. പെട്ടെന്ന് ആയി കിട്ടും. നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പുതിന. അത്യാവശ്യം പുതിന വേണം കേട്ടോ. ഒരു അത്യാവശ്യം നല്ലൊരു പിടിയോളം പുതിന. മല്ലിയില വേണ്ട, പുതിന മാത്രം മതി. അതാകുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അത് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. അതൊക്കെ ഒന്ന് സോഫ്റ്റായി വരട്ടെ. എല്ലാം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാലയുടെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് റൈസ് വയ്ക്കുക. നമ്മൾ കുക്കിംഗ് ഓയിൽ കുറച്ച് മാറ്റി വെച്ചില്ലായിരുന്നു ഫ്രൈ ചെയ്തത്, അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക അതിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒണിയൻ അതിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, 2-3 വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അതാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ജീരകശാലയാണ്. പിന്നെ കുറച്ച് പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഇതായിരിക്കും റൈസിനൊക്കെ. സോക്ക് ചെയ്ത് വെച്ച അരിയാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാക്കി അടച്ചു വെച്ചു. ഓൾമോസ്റ്റ് നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്. ഇനി മിക്സിംഗ് ആണ് പരിപാടി. റൈസിൽ വിട്ട് വരാൻ വേണ്ടി കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചാൽ റൈസ് ഒട്ടിപ്പിടിക്കില്ല. പിന്നെ കുറച്ചായിട്ട് എടുത്ത് നമ്മുടെ മസാലയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരേ മിക്സി. എത്രത്തോളം മിക്സ് ചെയ്യുന്നു, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, എത്രത്തോളം മിക്സ് ചെയ്യുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും. ഇതൊരു 2-3 hours ഒക്കെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.